നിങ്ങളുടെ കുട്ടിയും IAS, IPS, IFS പോലത്തെ വലിയ ലക്ഷ്യങ്ങളിൽ എത്തണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ വരുന്ന വെക്കേഷൻ ഏറ്റവും നല്ല രീതിയിൽ വലിയ ലക്ഷ്യങ്ങൾ നേടാനുള്ള രൂപത്തിലുള്ള ഗോൾ സെറ്റിംഗ് നിങ്ങളുടെ കുട്ടികളും നടത്തണം. അല്ലെങ്കിൽ നല്ല ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും ഫലപ്രദമായിട്ട് ഈ വെക്കേഷൻ നിങ്ങളുടെ കുട്ടികളും ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അത്തരക്കാർക്ക് വേണ്ടി നമ്മുടെ ഈ വെക്കേഷൻ ക്ലാസ്സിൽ വെക്കേഷൻ പ്രോഗ്രാം IAS ജൂനിയർ പ്രോഗ്രാം അതിൻ്റെ ഭാഗമായിട്ട് കണ്ടക്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷവും ഒക്കെ നമ്മൾ വളരെ വിജയകരമായി നടത്തുകയാണ്. 100-ലധികം കുട്ടികൾ പങ്കെടുത്ത് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർ വളരെ ലക്ഷ്യബോധത്തോടു കൂടി പഠിക്കുകയും അവരുടെ ഓവറോൾ പഠനത്തിൽ വരെ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ലക്ഷ്യബോധം ഉണ്ടാക്കുകയും ചെയ്യിപ്പിച്ച പ്രോഗ്രാമാണ് IAS ജൂനിയർ കോഴ്സ് വെക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി വരുന്ന 2 മാസം എല്ലാ ദിവസവും വളരെ പ്ലാനിങ്ങോടുകൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുട്ടികളിൽ വലിയ ലക്ഷ്യ രൂപീകരണം ഗോൾ സെറ്റിംഗ് നടക്കുകയും അത് IAS, IPS, IFSനാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ കൂടിയും അതല്ലാതെ MBBS, മറ്റുള്ള എഞ്ചിനീയറിംഗ്, മറ്റുള്ള മേഖലയിലേക്കൊക്കെ കുട്ടികൾക്ക് ചുവട് വെക്കാൻ, കുട്ടികളെ അതിലേക്കൊക്കെ ലക്ഷ്യം വെക്കാൻ വേണ്ടി കുട്ടികളെ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ദിവസവും 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ മാത്രം നിങ്ങൾക്ക് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കൊരു 2 മാസം വെക്കേഷൻ കഴിയുമ്പോൾ എന്ത് കുട്ടി നേടി, ഒന്നും ഒട്ടും വായിച്ചിട്ടില്ല, പുതിയ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ അടുത്ത് വരുന്ന അധ്യയന വർഷത്തേക്കും വേണ്ടി അവന് പ്രത്യേകിച്ച് ഒന്നും തയ്യാറായിട്ടില്ല എന്നൊക്കെ തോന്നൽ നമുക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുമാണ് നമ്മൾ ഈ ഒരു വെക്കേഷനിൽ ഏറ്റവും ഫലപ്രദമായിട്ട് അവർക്ക് ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് IAS, IPS, IFS പോലത്തെ വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള ഗോൾ സെറ്റിംഗ്, കൂടാതെ അവരുടെ പഠനം ഓവറോൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പഠനത്തിലേക്ക് ആവശ്യമായിട്ട് വരുന്ന ടിപ്സ്, ട്രിക്സുകൾ, ഓർമ്മശക്തി കൂട്ടാൻ, കോൺസെൻട്രേഷൻ കൂട്ടാൻ, പഠനം ഏറ്റവും മികവുറ്റതാക്കാൻ, റൈറ്റിംഗ്, റീഡിംഗ്, ലിസണിങ് സ്കിൽ ഡെവലപ്മെൻറ്റുകൾ, GK ഡെവലപ്മെൻറ്റ്, പിന്നെ നമുക്കറിയാം ഏറ്റവും വായനാ ലോകത്ത് കുട്ടികളെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ തന്നെ വലിയ ലക്ഷ്യങ്ങൾ നേടുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് കുട്ടികളിൽ റീഡിംഗ് ഹാബിറ്റ് ഉണ്ടാക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വെക്കേഷനിൽ നിശ്ചിത എണ്ണം പുസ്തകങ്ങൾ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു വർഷത്തേക്ക് നമ്മൾ 50 പുസ്തകമാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കാറ്. അതിൻ്റെ നിശ്ചിത എണ്ണം ഒരു വലിയ എന്ത് ചെയ്യുന്നുണ്ട് ഭാഗം ഈ വെക്കേഷനിൽ തന്നെ എന്ത് ചെയ്യുക, കുട്ടികളെ കൊണ്ട് വായിച്ച് തീർപ്പിക്കുന്ന രീതിയിലുള്ള റീഡിങ് ഹാബിറ്റ് ആക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ഭാഗമായിട്ട് പുസ്തകങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുന്നുണ്ട്. കൂടാതെ അത് വായിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് മോണിറ്ററിങ് ചെയ്യും ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട്. അത്തരത്തിൽ കുട്ടികൾ വായനാശീലം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, പിന്നെ പത്രം വായന ഒരു ഹാബിറ്റാക്കി മാറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ 2 മാസം കുട്ടികളെ കൊണ്ട് പത്രം വായിപ്പിക്കുകയും അത് കുട്ടിയുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമാക്കി മാറ്റുന്ന രീതിയിലുള്ള പത്രം വായന ട്രെയിനിങ് തുടങ്ങിയ ഓവറോൾ GK ഡെവലപ്മെൻറ്റ്, ജനറൽ അവയർനെസ് ഉണ്ടാക്കുക, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഡിബേറ്റ്സുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് വെക്കേഷനിൽ അവരുടെ വ്യക്തിത്വ വികസനവും ബുദ്ധി വികസനവും പഠനത്തോടുള്ള താല്പര്യവും ലക്ഷ്യബോധവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോഗ്രാമാണ് നമ്മുടെ ഈ വെക്കേഷൻ ക്യാമ്പിൽ IAS ജൂനിയർ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് കഴിഞ്ഞ വർഷം നടത്തിയതാണ്. കഴിഞ്ഞ വർഷമുള്ള ഒരുപാട് ആളുകൾ വീണ്ടും അതിലേക്ക് റീജോയിൻ ചെയ്തിട്ടുണ്ട് ഈ വരുന്ന ക്ലാസ്സിലോട്ട്. അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 5,000 ആണ്. പക്ഷേ ഇപ്പം ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ഒരു 20 കുട്ടികൾക്ക് 1,999 രൂപക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉടനെ തന്നെ ഇവിടെയുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടുക, ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. കാരണം വെക്കേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് തീർന്നു പോകും. അത് കുട്ടികളിൽ ഒരു ചെറിയ രൂപത്തിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ അത് നമുക്ക് ഭാവിയിൽ വളരെയധികം ഗുണം ചെയ്യും. ആ കുട്ടികളെ കൊണ്ട് നമുക്ക് സന്തോഷിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അത്തരത്തിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്ത കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ, എങ്ങനെ അതിൻ്റെ ഷെഡ്യൂൾ, കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലൊക്കെ എന്ത് ചെയ്യാവുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഇതിനെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വിടുന്നതായിരിക്കും. അതുവരേക്കും ബൈ.